സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന ചിത്രത്തിൽ പുകഴേന്തി ഈ ഈണത്തെ ഗാനത്തിന്റെ പല്ലവിയാക്കി. പിന്നീട് പല മലയാള സിനിമകളുടെ പശ്ചാത്തലമായി ഈ അമൃത ബീജികൾ മുഴങ്ങി. ഹിന്ദി സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിന് ഇരിപ്പിടമുണ്ടാക്കിയവരിൽ പ്രധാനി എസ് ഡി ബർമൻ സാബ് തന്നെയാണ്. പ്യാസയിലെയും കാഗസ് കെ ഫൂലിലെയും അതിമനോഹരമായ ചലച്ചിത്ര സന്ദർഭങ്ങൾക്ക് ബർമൻ സാബിൻ്റെ പ്രതിഭ മാറ്റുകയും. ഇന്നിപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നില്ല, ഒരു സിനിമയിലെ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തി, ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം കമ്പോസ് ചെയ്യുന്ന വേറൊരു വ്യക്തി, പലരും ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ 1930കളിൽ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട്. അത് ഹിന്ദി സിനിമയിലായിരുന്നില്ല, തമിഴ് സിനിമയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. സിനിമയുടെ പേര് ഭക്തവേദ. ഈ ഭക്തവേദയുടെ ടൈറ്റിലിൽ കൃത്യമായിട്ട് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ പേര് കൊടുത്തിട്ടുണ്ട്, പാപനാശം ശിവൻ. പാപനാശം ശിവനാണ്, ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ്, അദ്ദേഹമാണ് അതിൽ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ മ്യൂസിക്കൽ അറേഞ്ചർ എന്ന പേരിലൊരു പേര് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് ബ്രദർ ലക്ഷ്മൺ. ആത്മവിദ്യാലയമൊക്കെ പോലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ബ്രദർ ലക്ഷ്മണാണ് ഈ പടത്തിൻ്റെ ഓർക്കസ്ട്ര അറേഞ്ച്മെൻറ്റ്, അതായത് സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അന്ന് ഒരു പുതുമയായിരുന്നു. പിൽക്കാലത്ത് നമുക്കറിയാം ധാരാളം ഹിന്ദി സിനിമയിലും തമിഴിലായാലും മലയാളത്തിലായാലും ഇങ്ങനെയുള്ള ഈ രണ്ട് തരത്തിലുള്ള ഈ സംഗീത സംവിധാനം, ഗാനങ്ങളുടെ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീത സംവിധാനം, അതായത് റീറെക്കോർഡിങ്ങും രണ്ടുപേർ നിർവഹിക്കുന്ന ഒരു ശൈലി പിന്നീട് വന്നു. എനിക്കൊന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസീഷ്യൻ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എക്സ്പേർട്ടായിട്ട് ആദ്യം പേരെടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സലിൽ ചൗധരിയാണ്. അത് തന്നെ അതിന് തുടക്കം കുറിക്കുന്നത് ദേവദാസ് എന്ന സിനിമയിലാണ്. ബിമൽ റോയ് വളരെ ഒരു പോയറ്റ് എന്ന് പറയാവുന്ന ഒരു ഫിലിം മേക്കറായിരുന്നു ബിമൽ റോയ്. അതേപോലെ സാങ്കേതികമായിട്ടും വളരെയധികം മെച്ചപ്പെട്ട സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഈ ബിമൽ റോയ് അദ്ദേഹത്തിൻ്റെ ദേവദാസ് എന്ന് പറയുന്ന ഫിലിം എടുക്കുന്ന സമയത്ത് അതിൻ്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ അദ്ദേഹം നിയോഗിച്ചിരുന്നത് എസ് ഡി ബർമനെയാണ്. എസ് ഡി ബർമൻ തീർച്ചയായിട്ടും അന്നത്തെ ശൈലി അനുസരിച്ച് അദ്ദേഹം തന്നെയാണ് പശ്ചാത്തല സംഗീതം നിർവഹിക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ ബിമൽ റോയ്ക്ക് എസ് ഡിയുടെ ഈ റീറെക്കോർഡിങ് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഒരു ദിവസം പുലർച്ചെ 2 മണിക്ക് തൻ്റെ വാതിലിൽ വന്ന് മുട്ടിയ ബിമൽ ദായെ കുറിച്ചിട്ട് സലിൽ ദാ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് കമ്പോസ് ചെയ്ത് തരണം എന്നുള്ള അപേക്ഷയായിട്ടാണ് ബിമൽ റോയ് വന്നത്. അങ്ങനെ ഈ പടത്തിൻ്റെ സോങ്സ് എസ് ഡി ബർമനും റീറെക്കോർഡിങ് സലിൽ ദായും നിർവഹിക്കുന്നത്. തന്നെയാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സ്വന്തം പാട്ടുകളുടെ ട്യൂൺസ് പശ്ചാത്തല സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിക്ക് തുടക്കം കുറിച്ച ചിലരിൽ പെട്ട ഒരാളാണ് സലിൽ ദാ എന്നെനിക്ക് തോന്നുന്നു. അതിൽ ഇപ്പോൾ എനിക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ആനന്ദിലെ ഋഷികേശ് മുഖർജിയുടെ ആനന്ദിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം കോയി ഹോത്ത ജിസ്ക് എന്ന് പറയുന്ന കിഷോർ കുമാറിൻ്റെ ഒരു പാട്ടുണ്ട്, വളരെ അതിൻ്റെ ട്യൂണാണ് ഉപയോഗിച്ചത്. സത്യത്തിൽ ഈ കോയി ഹോത്ത എന്നുള്ള പാട്ട് പിന്നീടാണ് മേരെ അപ്ന എന്ന സിനിമയ്ക്ക് വേണ്ടി പിന്നീടാണ് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത്. എസ് ഡി ബർമൻ്റെ മകൻ രാഹുൽ ദേവ് ബർമൻ എന്ന ആർ ഡി ബർമൻ ഇന്ത്യൻ പശ്ചാത്തല സംഗീതത്തിന് ആകാശവാതിലുകൾ തുറന്നിട്ടു. ഷോലയിലെ എപ്പോഴും വേട്ടയാടുന്ന ആ മൗത്ത് ഓർഗൻ പീസ് എങ്ങനെ മറക്കാനാവും?